അസ്സലാമു അലൈക്കും ഡോക്ടർ മുഹമ്മദ് ഷിബിലിയാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ചിക്കൻ എന്നും കഴിക്കുന്നതിനെ കുറിച്ചാണ്. ചിക്കൻ എന്നും കഴിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഒരുപാട് പേർക്കുള്ള സംശയമാണ്. ചിക്കൻ ഇഷ്ടമുള്ള ആളുകൾ പറയും ചിക്കൻ എന്നും കഴിക്കണം നല്ലതാണെന്നൊക്കെ പറയും. അതിനോട് എതിർക്കുന്നതിൽ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല, എതിർത്ത് പറയുന്നവരെ. എന്നാൽ ഇഷ്ടമില്ലാത്ത ആൾക്കാർ പറയും ചിക്കൻ ഒന്നും കഴിക്കാൻ പാടില്ല, അതിൽ കുറേ ആൻറ്റിബയോട്ടിക് ഉണ്ട്, ഹോർമോൺ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അതിനെ തളർത്താൻ നോക്കും. എന്നാൽ നല്ലൊരു സന്തോഷ വാർത്തയാണ്, ചിക്കൻ ഇഷ്ടമുള്ള ആളുകൾക്ക് ചിക്കൻ എന്നും കഴിക്കുന്നതിന് കുഴപ്പമില്ല. ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. കാരണം ഈ ചിക്കൻ എന്ന് പറയുന്നത് നല്ലൊരു പ്രോട്ടീൻ്റെ സോഴ്സാണ്. പ്രോട്ടീൻ മാത്രമല്ല, വൈറ്റമിൻ B12, വായിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുണ്ണ് വരുന്നില്ലേ, പുണ്ണ് വരുന്നത്, അതേപോലെ രക്തത്തിൻ്റെ കുറവ്, ഇതിനൊക്കെ എന്ത് വേണം, വൈറ്റമിൻ B12 കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ മാംസാഹാരങ്ങൾ തന്നെ കഴിക്കണം. അപ്പോൾ ചിക്കൻ കഴിച്ചാൽ ഈ വൈറ്റമിൻ B12ൻ്റെ കുറവ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ മസിലൊക്കെ ഉണ്ടാവാൻ നല്ല അത്യാവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ഇതിൽ ഒരുപാടുണ്ട്. 31 ഗ്രാമോളാണ് നമ്മൾ 100 ഗ്രാം, വെറും 100 ഗ്രാം ചിക്കൻ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുക. മാത്രമല്ല, ഒരു കേട്ടാൽ കോമഡി ആയിട്ട് തോന്നുന്ന ഒരു ഉപകാരം കൂടി ഈ ചിക്കൻ ഉണ്ട്. ചിക്കൻ കഴിച്ച് കഴിഞ്ഞാൽ ഒരു സന്തോഷം വരും എന്നാണ് പറയുക. ഇതിൽ ഒരുപാട് ട്രിപ്റ്റോഫാൻ ഉണ്ട്. ട്രിപ്റ്റോഫാൻ നമുക്ക് സന്തോഷത്തിൻ്റെ ഹോർമോണായ സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനം. എന്ന് വെച്ചാൽ ചിക്കൻ കഴിച്ചാൽ അങ്ങോട്ട് മൂഡ് ഡൗൺ ആയിരിക്കുന്ന ആൾ പെട്ടെന്ന് അങ്ങോട്ട് ചാടി എണീക്കുന്നൊന്നുമല്ല. അത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു റാഹത്ത് എന്നൊക്കെ പറയില്ലേ, ഒരു സുഖം കിട്ടും എന്നുള്ളതാണ്. ഒരു മൂഡൊക്കെ ഒന്ന് ലെവലാവും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ കാര്യത്തിലേക്ക് വരാൻ, ചിക്കൻ കഴിക്കുന്ന സമയത്ത് എന്നും കഴിച്ചാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറയാം. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, ചിക്കൻ കഴിയുന്നത് പൊരിക്കാതെ വേവിച്ച് കറി വെച്ച് തന്നെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്താ, ഈ പൊരിക്കുന്ന സമയത്ത് ഓയിലിട്ടാണ് പൊരിക്കുന്നത്. ഈ സൺഫ്ലവർ ഓയിലായിരിക്കും അധികം യൂസ് ചെയ്യുക. ഇനി വെളിച്ചെണ്ണ ആണെങ്കിൽ തന്നെ അതിനിങ്ങനെ കൂടുതൽ എന്നും കഴിക്കണം നല്ലതല്ല. എപ്പോഴെങ്കിലുമൊക്കെ ചിക്കൻ എന്ത് ചെയ്യാം, പൊരിച്ചിട്ടൊക്കെ കഴിക്കുക, എപ്പോഴേലും കുഴപ്പമില്ല. എന്നും ആക്കുന്നത് മാക്സിമം ഒഴിവാക്കുക കേട്ടോ. രണ്ടാമത്തെ വിഷയം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ഇതിപ്പോൾ അൽഫാം, തന്തൂരി, ഇതൊക്കെ ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ ഏതെങ്കിലും ഭാഗത്ത് കരിഞ്ഞു പോയിട്ടുണ്ടാവും. സ്വാഭാവികമാണ് കരിഞ്ഞു പോകുക എന്നുള്ളത്. വേവുന്ന സമയത്ത് അതിൻ്റെ പുറഭാഗം, ആ കരിഞ്ഞ ഭാഗം ഒരിക്കലും ഒരു കാരണവശാലും കഴിക്കരുത്. ഈ ചാർക്കോൾ നമ്മളെ വയറിൻ്റെ അകത്ത് നീർക്കെട്ടുകൾ, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഈ ഇൻഫ്ലമേഷൻ കണ്ടിന്യൂസ് ആയി വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്കറിയാം ക്യാൻസറാണ്. അപ്പോൾ ക്യാൻസർ വരും കേട്ടോ, ഇങ്ങനെ കണ്ടിന്യൂസ് ആയത് കഴിച്ചാൽ. എപ്പോഴും കഴിച്ചാലല്ല. അപ്പോൾ അതിന് എന്ത് ചെയ്യുക, ആ കരിഞ്ഞ ഭാഗം നുള്ളിയിട്ടോ അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യുക. ഇനി തൊലി ഉണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ തൊലി കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് കഴിക്കരുത് എന്നുള്ളത് കേട്ടോ. പിന്നെ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, ഈ ചിക്കനിന് തൊലി ഉണ്ടല്ലോ, ഈ തൊലിയിലാണ് ചിക്കനിലുള്ള ഒരു 90-70% ചിക്കനിലുള്ള ഫാറ്റും കിടക്കുന്നത് ഈ തൊലിയിലാണ്. അപ്പോൾ അങ്ങനത്തെ ആ തൊലി എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ കഴിക്കാൻ. തൊലി വല്ലാണ്ട് കഴിക്കണ്ട. ഫാറ്റ്, കൊളസ്ട്രോൾ ഉള്ള ആളുകൾ എപ്പോഴെങ്കിലും കഴിച്ചത് കുഴപ്പമില്ല, കൊളസ്ട്രോൾ ഉള്ള ആളുകൾ തീരെ ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഈ തൊലി കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊളസ്ട്രോൾ ബ്ലഡിൽ കൂടും എന്നുള്ളതാണ് കേട്ടോ. നാലാമത്തെ നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ്, നമ്മൾ ഈ ചിക്കൻ കൊടുത്തിട്ട് ഫ്രീസറിൽ എടുത്ത് വെക്കും. എന്നിട്ട് അത് ഐസ് കട്ടയായതിൻ്റെ ശേഷം നമ്മളെടുത്ത് പാചകം ചെയ്യാൻ, കുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് അത് നേരെ എടുത്തിട്ട് എന്ത് ചെയ്യും, ചില ആളുകൾ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, ചൂടുവെള്ളത്തിൽ പെട്ടെന്ന് അത് തണുപ്പെന്ന് വിട്ടിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് വെക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. 40 ഡിഗ്രീന് താഴെയുള്ള ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിനെ ഇട്ട് വെക്കാൻ പാടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ 40 ഡിഗ്രിന്ന് അളക്കാനൊന്നും പോകണ്ട. നമ്മളൊരു നോർമൽ വെള്ളം, സാധാ വെള്ളം ഉണ്ടാവുമല്ലോ, ചൂടും തണുപ്പൊന്നും ഇല്ലാത്ത, ആ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. അതിലിട്ട് വെച്ചാൽ പ്രശ്നമില്ല. കാരണം ഇങ്ങനെ നമ്മൾ കൂടുതൽ ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ബാക്ടീരിയ ഗ്രോത്ത് കൂടുകയും ചെയ്യും. അത് പെട്ടെന്ന് കേട് വന്ന് പോകാനും അത് കഴിക്കുന്നതിലൂടെ ഇൻഫെക്ഷൻ വരാനൊക്കെ നല്ല സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചിക്കൻ ധൈര്യമായിട്ട് കഴിച്ചോളി, ഒരു കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ലിവർ കഴിക്കുന്നത് വലിയ നല്ലതല്ല കേട്ടോ. നമ്മൾ കുറേ പഠനം നടത്തുന്ന 2 അഭിപ്രായം കാണാൻ പറ്റും. എന്നാലും ആൻറ്റിബയോട്ടിക്സ് നമ്മൾ ഇന്ത്യയിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ പൗൾട്രി ഫാമിങ്ങിലും. ഈ ആൻറ്റിബയോട്ടിക്സ് കൂടുതൽ കാണപ്പെടാൻ സാധ്യതയുള്ള സ്ഥലം എന്ന് പറയുന്നത് ലിവറാണ്. അപ്പോൾ ലിവർ കൂടുതൽ കഴിക്കേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ചിക്കൻ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ നിങ്ങൾ അറിവിൽ അത് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കൊക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.